ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെഡിക്കൽ ആൻഡ് സർജിക്കൽ നഴ്സിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻഡഡ് അബ്ഡമൻ ആൻഡ് ആബ്സെൻസ് ഓഫ് ബവൽ സൗണ്ട്സ് ആഫ്റ്റർ അബ്ഡമിനൽ സർജറി ഇൻഡിക്കേറ്റ്സ്. ഫസ്റ്റ് ഓപ്ഷൻ ഇൻഡുസസെപ്ഷൻ, സെക്കൻഡ് വൺ പാരലിറ്റിക് ഇലിയസ്, തേർഡ് വൺ ഹെമറേജ് ആൻഡ് ഫോർത്ത് വൺ റപ്ചേർഡ് കോളൻ. The answer is paralytic ileus. Paralytic ileus എന്ന് പറഞ്ഞാൽ ദ പാരാലിസിസ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ ആണ് പാരലിറ്റിക് ഇലിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊഹിബിറ്റ്സ് ദ പാസേജ് ഓഫ് ഫുഡ് പാസ് ചെയ്യുന്നതിനെ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദാറ്റ് ലീഡ്സ് ടു ഇൻഡസ്റ്റൈനൽ ബ്ലോക്കേജ്. അപ്പോൾ ഇൻഡസ്റ്റൈനൽ ബ്ലോക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഫർദർ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇൻഡുസസെപ്ഷൻ, ദാറ്റ് ഈസ് ടെലസ്കോപ്സ് ഇൻറ്റു ഇറ്റ് സെൽഫ്. ടെലസ്കോപ്പിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഇൻഡസ്റ്റൈൻ അത് സെൽഫായിട്ട് തന്നെ ഉള്ളിലേക്ക് ആ ഒരു രീതിയിൽ മടങ്ങി ഉള്ളിലേക്ക് വരുന്നതിനെയാണ് ടെലസ്കോപ്പിംഗ് എന്ന് പറയുന്നത്. ഇൻഡസ്റ്റൈന് മടങ്ങി ഉള്ളിലേക്ക് വരുന്നതിനാണ് ടെലസ്കോപ്പിംഗ് എന്ന് പറയുന്നത്. അതും ഒബ്സ്ട്രക്ഷൻ അതിൻ്റെ ഫലമായിട്ട് ഇൻഡസ്റ്റൈനിൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുന്നു. അത് കൂടുതലും ചിൽഡ്രൻസിലാണ് കാണപ്പെടുന്നത്. ദെൻ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെമറേജ് ആണ്. അറിയാം, റിലീസ് ഓഫ് ബ്ലഡ് ഫ്രം എ ബ്രോക്കൺ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇൻസൈഡ് ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും ബ്രോക്കൺ ബ്ലഡ് വെസൽസിൽ നിന്ന് ബ്ലഡ് വരുന്നതിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ഓപ്ഷൻ ഈസ് റപ്ചേർഡ് കോളൻ. അതെന്താണ്, എന്തെങ്കിലും ഗ്യാസോ ഫീക്കൽ മാറ്റേഴ്സോ അത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ കോളൻ അത് ഒരു പരിധിയിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് റപ്ചർ ആകാനുള്ള സാധ്യതയുണ്ട് കോളൻ. അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പിന്നെ അത് സീരിയസ് കണ്ടീഷൻ ആണെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്ലീഡിംഗ് ഫ്രം ദ നോസ് ഈസ് നോൺ എസ്. ഓപ്ഷൻസ് എപ്പിസ്റ്റാക്സിസ്, സെക്കൻഡ് വൺ ഹീമോപ്റ്റൈസിസ്, തേർഡ് വൺ ഹെമറ്റമെസിസ് ആൻഡ് ഫോർത്ത് വൺ ഹെമച്യൂരിയ. ആൻസർ ഈസ് എപ്പിസ്റ്റാക്സിസ്. എപ്പിസ്റ്റാക്സിസ് ആണ് ബ്ലീഡിംഗ് ഫ്രം ദ നോസ്. ദെൻ എന്താണ് ഹീമോപ്റ്റൈസിസ്? ദാറ്റ് ഈസ് സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് മിക്സ്ഡ് വിത്ത് സ്പ്യൂട്ടം. സ്പ്യൂട്ടത്തിൽ ബ്ലഡ് മിക്സ് ആയിട്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ബ്ലഡി സ്പ്യൂട്ടമാണ് ഹീമോപ്റ്റൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോഴ്സ്ഫുൾ കഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബ്രോട്ട് അപ്പ് ബൈ ദ ഫോഴ്സ്ഫുൾ കഫ് ഭയങ്കരമായിട്ട് എടുക്കുകയാണെങ്കിലാണ് സ്പ്യൂട്ടത്തിനകത്ത് സാധാരണ രീതിയിൽ ബ്ലഡിൻ്റെ അംശം കാണാറ്. ദ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെമറ്റമെസിസ്. എമസിസ് അറിയാമല്ലോ എന്താണെന്ന്, വോമിറ്റിംഗ്. അപ്പോൾ ബ്ലഡിൽ വോമിറ്റസിൽ ബ്ലഡിൻ്റെ അംശം അല്ലെങ്കിൽ ബ്ലഡിനെ വോമിറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ഹെമറ്റമെസിസ് എന്ന് പറയുന്നത്. ദെൻ ഹെമച്യൂരിയ, യൂറിനിൽ ബ്ലഡിൻ്റെ അംശം വരിക. The next question is, Buck's extension traction is applied. എന്താണ് Buck's extension traction is the first option applied as cervical head halter, second option skin traction to the leg, third option skeletal traction to the lower leg, fourth option tongs applied to the head. The answer is skin traction to the leg ആണ് ബക്സ് എക്സ്റ്റൻഷൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. കൂടുതലും ഫെമറൽ ഫ്രാക്ചേഴ്സിലാണ്. ഫെമറൽ ഫ്രാക്ചേഴ്സ്, ലോ ബാക്ക് പെയിൻ, ദെൻ അസറ്റാബുലർ ഫ്രാക്ചേഴ്സിൽ, ഹിപ്പ് ഫ്രാക്ചേഴ്സിലൊക്കെയാണ് ഈ ബക്സ് എക്സ്റ്റൻഷൻ ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് പെയിൻ റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബോണിൻ്റെ ലെങ്തിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഈ ബക്സ് എക്സ്റ്റൻഷൻ ട്രാക്ഷൻ. അതൊരു സ്കിൻ ട്രാക്ഷനാണ്. എന്താണ്, ലെഗ്സിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, സെർവൈക്കൽ ഹെഡ് ഹോൾട്ടറിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈഡ് ആസ് സെർവൈക്കൽ ഹെഡ് ഹോൾട്ടർ. എന്താണ് സെർവൈക്കൽ ഹെഡ് ഹോൾട്ടർ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്പൈനൽ ട്രാക്ഷൻ യൂസ്ഡ് ഇൻ സെർവൈക്കൽ അലൈൻമെൻറ്റ് ആൻഡ് ഇഞ്ചുറീസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്പൈനൽ ട്രാക്ഷൻ used in cervical alignment and injuries.
സെർവിക്സിൻ്റെ അലൈൻമെൻറ്റിനും ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെർവൈക്കൽ ഹെഡ് ഹോൾട്ടർ. ദെൻ തേർഡ് ഓപ്ഷൻ ഇസ് സ്കെലിറ്റൽ ട്രാക്ഷൻ ടു ദ ലോവർ ലെഗ്. എന്താണ് സ്കെലിറ്റൽ ട്രാക്ഷൻ? ഇറ്റ് ഇൻവോൾവ്സ് ദ ഇൻസേർഷൻ ഓഫ് പിൻസ്, വയേഴ്സ് ഓർ സ്ക്രൂസ് ഇൻറ്റു എ ബോൺ. Then weight applied directly to the bone using a system of weights, that is using ropes and pulleys. അപ്പോൾ ഒരു പിൻസും സ്ക്രൂസും വയേഴ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ സ്കെൽട്ടനുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു അവർക്ക് ആവശ്യമുള്ള വെയിറ്റ് അപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ വെയിറ്റ് വെച്ചിട്ട് ഒരു പുള്ളി, അതായത് നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ വെള്ളം കോരുന്ന കപ്പി, അത് ആ സാധനം, അതും റോപ്സും വെച്ചിട്ട് ഒരു നിശ്ചിത വെയിറ്റ് വെച്ചിട്ട് ഇതിനിങ്ങനെ വലിച്ചു പിടിപ്പിക്കുക ഇതിനെ, ബോണിനെ. അങ്ങനെ ചെയ്യുന്ന ട്രാക്ഷനെ പറയുന്ന പേരാണ് സ്കെലിറ്റൽ ട്രാക്ഷൻ. ദ നെക്സ്റ്റ് ഓപ്ഷൻ ടോങ്സ് അപ്ലൈ ടു ദ ഹെഡ്. ടോങ്സ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the surgical procedure done to relieve pressure in compartment syndrome. ഏതാണ് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം ഉപയോഗിക്കുന്നതിന് യൂസ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയർ ഏതാണ്? ഓപ്ഷൻ ഫസ്റ്റ് ഓറിഫ്, ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ. സെക്കൻഡ് വൺ മെനിസ്കെക്ടമി. തേർഡ് വൺ ഫേഷ്യോട്ടമി. ഫോർത്ത് വൺ ആർത്രോപ്ലാസ്റ്റി. ആൻസർ ഈസ് ഫേഷ്യോട്ടമി. ഫേഷ്യോട്ടമി എന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് വെയർ ദ ഫേഷ്യ ഈസ് കട്ട് ടു റിലീവ് ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേഷ്യ കട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഫേഷ്യോട്ടമി. അത് കൂടുതലും കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം, അക്യൂട്ട് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം ട്രീറ്റ് ചെയ്യാനാണ് ഫേഷ്യോട്ടമി യൂസ് ചെയ്യുന്നത്. ചില കേസിൽ മാത്രം ക്രോണിക് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം ട്രീറ്റ് ചെയ്യാനും ഫേഷ്യോട്ടമി യൂസ് ചെയ്യാറുണ്ട്. ദെൻ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓറിഫ്, ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സർജറിയാണ്. അത് യൂസ്ഡ് ടു സ്റ്റെബിലൈസ് ആൻഡ് ഹീൽ എ ബ്രോക്കൺ ബോൺ. മിക്കവാറും ബ്രോക്കൺ ആംഗിൾസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന പ്രൊസീജിയറിനെ അല്ലെങ്കിൽ സർജറിയെ പറയുന്ന പേരാണ് ഓറിഫ്, ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ. ദെൻ മെനിസ്കെക്ടമി, ദാറ്റ് ഈസ് എ സർജിക്കൽ റിമൂവൽ ഓഫ് ഓൾ ഓർ പാർട്ട് ഓഫ് എ ടോൺ മെനിസ്കസ്. അതായത് ഒരു ഫോഴ്സ്ഫുൾ ട്വിസ്റ്റിങ് സംഭവിക്കുമ്പോൾ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ കാല് മടങ്ങി വീഴുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു ടിയർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടിയറിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് മെനിസ്കെക്ടമി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് സർജിക്കൽ റിമൂവൽ ഓഫ് ഓൾ ഓർ പാർട്ട് ഓഫ് എ ടോൺ മെനിസ്കസ്. ടോൺ എന്ന് വെച്ചാൽ ടിയറിങ്. മെനിസ്കസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെനിസ്കെക്ടമി. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ആർത്രോപ്ലാസ്റ്റി. ദാറ്റ് ഈസ് എ സർജിക്കൽ റീകൺസ്ട്രക്ഷൻ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ ജോയിൻറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സർജിക്കൽ റീകൺസ്ട്രക്ഷനാണ് ആർത്രോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രാക്ചർ ഓഫ് ദ ഡിസ്റ്റൽ റേഡിയസ് ഈസ് കോൾഡ് ഡാഷ്. ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഹ്യൂം ഫ്രാക്ചർ. സെക്കൻഡ് ഓപ്ഷൻ മൊണ്ടേജിയ ഫ്രാക്ചർ. തേർഡ് വൺ ഗലേസി ഫ്രാക്ചർ. ഫോർത്ത് വൺ കോളീസ് ഫ്രാക്ചേഴ്സ്. ആൻസർ ഈസ് കോളീസ് ഫ്രാക്ചർ. കോളീസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഫ്രാക്ചർ ഓഫ് ദ ഡിസ്റ്റൽ റേഡിയസ് ഇൻ ദ ഫോർആം വിത്ത് ഡോർസൽ ആൻഡ് റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ റിസ്റ്റ് ആൻഡ് ഹാൻഡ്സ്. റിസ്റ്റിലും ഹാൻഡ്സിലും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്ന ആ ഒരു ഫ്രാക്ചറിന് പറയുന്ന പേരാണ്, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രാക്ചറിന് പറയുന്ന പേരാണ് കോളീസ് ഫ്രാക്ചർ. എന്താണ് ഹ്യൂം ഫ്രാക്ചർ? ഇഞ്ചുറി ഓഫ് ദ എൽബോ comprising a fracture of the olecranon process with an associated anterior dislocation of the radial head, which കൂടുതലും ചിൽഡ്രൻസിലാണ് ഉണ്ടാകുന്നത്. ഒലിക്രാനോൺ പ്രോസസ്സിൽ, അതായത് എൽബോസിൽ പെട്ടെന്ന് ഒന്ന് തട്ടിയൊക്കെ വീഴുമ്പോൾ
എൽബോയിൽ ഉണ്ടാക്കുന്ന ഫ്രാക്ചറിനെ പറയുന്ന പേരാണ് ഹ്യൂം ഫ്രാക്ചർ. അടുത്തത് മൊണ്ടേജിയ ഫ്രാക്ചർ. ഫ്രാക്ചർ ഓഫ് ദ പ്രോക്സിമൽ തേർഡ് ഓഫ് ദ അൾന വിത്ത് ഡിസ്ലൊക്കേഷൻ ഓഫ് ദ പ്രോക്സിമൽ ഹെഡ് ഓഫ് ദ റേഡിയസ്. അൾനയിലെ റേഡിയസിൽ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ വഴി വരുന്ന ഫ്രാക്ചറാണ് മൊണ്ടേജിയ ഫ്രാക്ചർ. ദെൻ ഗലേസി ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ദ ഫ്രാക്ചർ ഓഫ് ദ മിഡിൽ ടു ഡിസ്റ്റൽ 1/3 ഓഫ് ദ റേഡിയസ് അസോസിയേറ്റഡ് വിത്ത് ലൊക്കേഷൻ ഓർ സബ്ലക്സേഷൻ ഓഫ് ദ ഡിസ്റ്റൽ റേഡിയോ അൾനാർ ജോയിൻറ്റ്. സബ്ലക്സേഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിസ്ലൊക്കേഷനാണ് സബ്ലക്സേഷൻ എന്ന് പറയുന്നത്. അതായത് ഗലേസി ഫ്രാക്ചറിനകത്ത് പറയുന്നത് ഫ്രാക്ചർ ഓഫ് ദ മിഡിൽ ടു ഡിസ്റ്റൽ 1/3 ഓഫ് ദ റേഡിയസ്. ഡിസ്റ്റൽ 1/3 ഓഫ് ദ റേഡിയസിൽ വരുന്ന ഫ്രാക്ചറിനാണ് ഗലേസി ഫ്രാക്ചർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റിമൂവൽ ഓഫ് ആൻ എൻറ്റയർ ലങ് ഈസ് കാൾഡ് ഡാഷ്. എന്താണ് റിമൂവൽ ഓഫ് എൻറ്റയർ ലങ്? ഫസ്റ്റ് ഓപ്ഷൻ ലോബക്ടമി, സെക്കൻഡ് വൺ ന്യൂമോണക്ടമി, തേർഡ് വൺ സെഗ്മെൻ്റൽ റിസെക്ഷൻ, ഫോർത്ത് വൺ വെഡ്ജ് റിസെക്ഷൻ. ദ ആൻസർ ഈസ് ന്യൂമോണക്ടമി. ന്യൂമോണക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് ലങ്സ്. എന്താണ് ലോബക്ടമി? ലോബക്ടമി ഈസ് ദ റിമൂവൽ ഓഫ് ജസ്റ്റ് 1 ലോബ് ഓഫ് ദ ലങ്. ഒരു ലോബിനെ റിമൂവ് ചെയ്യുന്നതാണ് ലോബക്ടമി. ദെൻ വെഡ്ജ് റിസെക്ഷനും സെഗ്മെൻ്റ് റിസെക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ്. ഒരു സെഗ്മെൻറ്റിനെ റിമൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് റിമൂവ് ചെയ്യുന്നതാണ് വെഡ്ജ് റിസെക്ഷൻ അല്ലെങ്കിൽ സെഗ്മെൻ്റൽ റിസെക്ഷൻ, അല്ലെങ്കിൽ അതിനെ സെഗ്മെൻറ്റെക്ടമി എന്നും പറയാറുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി കോസസ്. ഫസ്റ്റ് ഓപ്ഷൻ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെക്കൻഡ് വൺ ബെറിബറി, തേർഡ് റിക്കറ്റ്സ് ആൻഡ് ഫോർത്ത് അനീമിയ. ദ ആൻസർ ഈസ് റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് റിക്കറ്റ്സ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് നിക്ടലോപ്പിയ എന്നും പറയാറുണ്ട്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇനബിലിറ്റി ടു സീ വെൽ അറ്റ് നൈറ്റ് ഓർ പുവർ. അപ്പോൾ നൈറ്റിൽ കാണാൻ പറ്റാതാവുക, അല്ലെങ്കിൽ വളരെ കാഴ്ച കുറഞ്ഞ അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇതൊരു ഡിസീസ് കണ്ടീഷനല്ല, ഇതെന്ന് പറയുന്നതൊരു റെറ്റിനയിൽ ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ബെറിബറി. ബെറിബറി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി, ദാറ്റ് ഈസ് തൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ബെറിബറി എന്ന് പറയുന്നത്. ഇത് പിന്നെ പുവർ ഡയറ്റ്, പിന്നെ ആൽക്കഹോളിസം അതൊക്കെ വരും. അതൊക്കെ കാരണവും ബെറിബറി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ് ഉണ്ടാകും, വീക്ക്നെസ്, പെയിൻ ഇൻ ദ ലംസ്, ദെൻ ഷോർട്ട്നെസ് ഓഫ് ദ ബ്രെത്ത് ഒക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ അനീമിയ, എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസൻറ്റ് ഹാവ് ഇനഫ് ഹെൽത്തി RBC. അറിയാലോ, ഹെൽത്തി RBC ഇല്ലാത്ത ഒരു കണ്ടീഷൻ, അതിനെയാണ് അനീമിയ, വിളർച്ച എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ അല്ലാത്തത് ഏതാണ്? ഗ്ലൈക്കോസ്യൂറിയ, സെക്കൻഡ് ഓപ്ഷൻ പോളിഫേജിയ, തേർഡ് വൺ ഹൈപ്പർഗ്ലൈസീമിയ, ദെൻ ഹൈപ്പോഗ്ലൈസീമിയ. ദ ആൻസർ ഈസ് ഹൈപ്പോഗ്ലൈസീമിയ, ലോ ബ്ലഡ് ഷുഗർ. ഡയബറ്റീസിലും മറ്റ് കണ്ടീഷൻസിലും ഒക്കെയാണ് ഇത് ഉണ്ടാകാനുള്ള കാരണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളിഫേജിയ. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. പോളിഫേജിയ എന്തെന്ന് നോക്കാം. എക്സസീവ് ഈറ്റിംഗ് ഓർ ആപ്പിറ്റൈറ്റ്, എസ്പെഷ്യലി ഡയബറ്റീസിൻ്റെ കേസസിൽ. കാരണം ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിൽ അവരുടെ ബോഡിക്ക് ഈ ഗ്ലൂക്കോസിനെ ഫുഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റാനുള്ള കഴിവ് എബിലിറ്റി നഷ്ടപ്പെടുമ്പോൾ
ഉണ്ടാകുന്ന എബിലിറ്റി നഷ്ടപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഈറ്റിംഗ് ഒത്തിരി ഹങ്കർ ഉണ്ടാവുകയും നമ്മൾ എക്സസ് ആയിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യുന്നത്. ദെൻ ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈ ബ്ലഡ് ഷുഗർ ലെവലിനെയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദം സ്പ്രെഡ്സ് ബൈ പെർക്യൂട്ടേനിയസ് റൂട്ട്. പെർക്യൂട്ടേനിയസ് റൂട്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് സി ഫസ്റ്റ് ഓപ്ഷൻ, ഹെപ്പറ്റൈറ്റിസ് ബി, ദെൻ ഹെപ്പറ്റൈറ്റിസ് ഇ, നൺ ഓഫ് ദ എബോവ്. ദ ആൻസർ ഈസ് ഹെപ്പറ്റൈറ്റിസ് ബി. അതൊരു ലിവർ ഇൻഫെക്ഷനാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, സി ആൻഡ് ഡി സ്പ്രെഡ്സ് ത്രൂ ദ പെർക്യൂട്ടേനിയസ് റൂട്ട്. ബിയും സിയും ഡിയും ആണ് പെർക്യൂട്ടേനിയസ് റൂട്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ്. ദെൻ ഹെപ്പറ്റൈറ്റിസ് എ എന്താണ്? ഇറ്റ് ഇസ് എ കണ്ടേജിയസ് ലിവർ ഇൻഫെക്ഷനാണ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ദെൻ ഇതിനെ നമുക്ക് വാക്സിൻ വഴി പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് സബ്ക്യൂട്ടേനിയസ് ആണെന്ന്, മറ്റേതാണ് സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് വഴിയോ വാട്ടർ വഴിയോ, അല്ലെങ്കിൽ ഈ ഇൻഫെക്റ്റഡ് പേഷ്യൻസ് മറ്റേ ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ സ്പ്രെഡ് ചെയ്യുന്നത്. ദെൻ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നതും ഒരു ലിവർ ഇൻഫെക്ഷൻ തന്നെയാണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡ്രിങ്കിങ് വാട്ടറിലൂടെയും കണ്ടാമിനേറ്റഡ് ഫീക്കൽ മാറ്റേഴ്സിലൂടെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ഇ സ്പ്രെഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, lead poisoning is known as what? Lead poisoning. First option, asteriskis, then plumbism, then Plummer-Vinson syndrome, then Prader-Willi syndrome. The answer is plumbism. Plumbism എന്ന് പറഞ്ഞാൽ it is a medical condition in humans caused by increased level of heavy metal lead in the body. ബോഡിയിൽ ഹെവി മെറ്റൽ ലെഡിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് പ്ലംബിസം എന്ന് പറയുന്നത്. ദെൻ ആസ്റ്ററിക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രമർ ഓഫ് ഹാൻഡ് വെൻ ദ റിസ്റ്റ് ഈസ് എക്സ്റ്റെൻഡ്. റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കണ്ടീഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രമർ, ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ആസ്റ്ററിക്സിസ്. ദെൻ പ്ലമ്മർ-വിൻസൺ സിൻഡ്രോം, that is a rare disease condition ആണ്. that is characterized by difficulty in swallowing, iron deficiency, anemia, then glossitis, kelosis തുടങ്ങിയ കണ്ടീഷൻസ് ഉള്ള ഒരു സിൻഡ്രോമാണ് പ്ലമ്മർ-വിൻസൺ സിൻഡ്രോം. then Prader-Willi syndrome, it is a genetic disorder that cause obesity, intellectual disability and shortness in height. ഒബേസിറ്റിയും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയും ഷോർട്ട്നെസ് ആൻഡ് ഹൈറ്റും ചേർന്ന കണ്ടീഷൻസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സിൻഡ്രോമാണ് പാഡർ-വില്ലി സിൻഡ്രോം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു.